എല്ലാവർക്കും നമസ്കാരം. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഉൾച്ചേരൽ വിദ്യാഭ്യാസത്തിലെ ഒരു പ്രധാന വിഭാഗമാണ് ഭിന്നശേഷി കുട്ടികളുടെ വിദ്യാഭ്യാസം. ഇൻക്ലൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൾ ചിൽഡ്രൻ ഇൻ ദ സെയിം സ്കൂൾ ഇൻ ദ സെയിം ക്ലാസ് റൂം. ഒരു കുട്ടി തൻ്റെ പ്രായത്തിനനുസരിച്ച് സഹപഠിതാവിനോടൊപ്പം ജനറൽ സ്കൂളിലെ ജനറൽ ക്ലാസ് റൂമിൽ പഠനം നടത്തുന്ന പ്രക്രിയയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. പ്രത്യേക പരിഗണന അർഹിക്കുന്ന നമ്മുടെ മക്കൾക്കു വേണ്ടി ജനറൽ സ്കൂളിലെ ജനറൽ ക്ലാസ് റൂം ജനറൽ സ്കൂളും ബാരിയർ ഫ്രീ ആവേണ്ടതുണ്ട്. അതായത് പ്രത്യേക പരിഗണന അർഹിക്കുന്ന എല്ലാ കുട്ടികളെയും പരിഗണിക്കാൻ പാകത്തിലേക്ക് സ്കൂൾ അന്തരീക്ഷം തടസ്സരഹിതമാവണം എന്നർത്ഥം. ജനറൽ ക്ലാസ് റൂമിൽ ജനറൽ കരിക്കുലം പഠിക്കാൻ പാഠഭാഗങ്ങൾ കുട്ടികൾക്ക് അനുയോജ്യമായ വിധം അനുരൂപീകരണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. മിനിമം ലെവൽ ഓഫ് ലേണിംഗ് തൻ്റെ കുട്ടിക്ക് ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ടത് രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്തമാണ്. ക്ലാസ് മുറികളിലെ എല്ലാ കുട്ടികളെയും പരിഗണിക്കുന്ന തരത്തിൽ പാഠഭാഗങ്ങൾ അനുരൂപീകരിക്കേണ്ടത് ജനറൽ ടീച്ചറിനോടൊപ്പം തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിൻ്റെ കൂടെ ഉത്തരവാദിത്തമാണ്. ഒരു ജനറൽ ടീച്ചറിൻ്റെ പാഠാസൂത്രണ വേളയിൽ തൻ്റെ കുട്ടിയുടെ കഴിവും പരിമിതിയും നോക്കി പാഠഭാഗങ്ങൾ കുട്ടിക്ക് അനുയോജ്യമായ വിധം അനുരൂപീകരണം നടത്തി ക്ലാസ് മുറിയിൽ എത്തിക്കുക എന്നത് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിൻ്റെ ഉത്തരവാദിത്തമാണ്. തൻ്റെ കുട്ടിക്ക് അനുയോജ്യമായ വിധത്തിലേക്ക് കണ്ടന്റ് അഡാപ്റ്റേഷൻ നടത്തുകയും ലേണിംഗ് പ്രോസസ്സിൽ മാറ്റം വരുത്തുകയും ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ നിർമ്മിക്കുകയും ചെയ്യേണ്ടത് സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിൻ്റെയും ജനറൽ ടീച്ചറിൻ്റെയും ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ ചെറുപ്രായത്തിൽ തന്നെ ഇവാലുവേഷനും കുട്ടിയുടെ കഴിവും പരിമിതിയും നോക്കി പരിഗണിച്ചു കൊണ്ടുവേണം നടത്തുവാൻ. വിവേചനരഹിതവും ഗുണമേന്മയുള്ളതുമായ വിദ്യാഭ്യാസം ഏതൊരു കുട്ടിയുടെയും അവകാശമായതിനാൽ ജനറൽ ക്ലാസ് റൂമിൽ ഇരുന്നു കൊണ്ട് കുട്ടിയെ പാഠാസൂത്രണത്തിൽ ടീച്ചറെ സഹായിക്കുകയും പാഠാസൂത്രണം നടന്നതിന് ശേഷം ലേണിംഗ് പ്രോസസ്സ് നടക്കുന്ന സമയങ്ങൾ കുട്ടിയുടെ കൂടെ ഒരു ഫെസിലിറ്റേറ്ററായി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഇരിക്കേണ്ടതുമായ ചില സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. അനുരൂപീകരണ വിധേയമാക്കിയ പഠന പ്രക്രിയ തൻ്റെ കുട്ടിക്ക് അനുയോജ്യമല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ അനുയോജ്യമാക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ അവിടെ വെച്ച് നടക്കപ്പെടുന്നു. ഒരു ജനറൽ ടീച്ചർക്കൊപ്പം സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കൂടി ക്ലാസ് മുറിയിലുള്ള രീതിയെ കോ ടീച്ചിങ് രീതി എന്ന് പറയുന്നു. സഹപാഠിക്കൊപ്പം സഹവർത്തിത്വത്തോടുകൂടി ക്ലാസ് മുറിയിൽ ഇരിക്കുവാൻ തൻ്റെ കുട്ടിയെ പ്രാപ്തയാക്കുക എന്നതും ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ്. കുട്ടിയെ ഉൾക്കൊള്ളാൻ പാകത്തിലേക്ക് ക്ലാസ് മുറികളും സ്കൂളും മറ്റു കുട്ടികളെയും തയ്യാറാക്കുക എന്നതും ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ്. വിവേചനരഹിതമായ വിദ്യാഭ്യാസം ഏതൊരു കുട്ടിയുടെയും അവകാശമായതിനാൽ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ ക്ലാസ് മുറിയിൽ ഇരുത്തി പ്രത്യേക ശ്രദ്ധ നൽകി തൻ്റെ പഠനസ്ഥലം ക്ലാസ് മുറികളാണെന്ന ധാരണ കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. മറ്റു കുട്ടികളെ പോലെ ചിട്ടയായ സമയക്രമം പാലിക്കാൻ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കും അധ്യാപകർ നിർദ്ദേശം നൽകേണ്ടതാണ്. കുട്ടി തൻ്റെ ചുറ്റുപാടിൽ നിന്നാണ് അറിവുകൾ ശേഖരിക്കുന്നത്. അതുപോലെ തന്നെ ക്ലാസ് മുറികളാണ് വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഏറ്റവും നല്ല സ്ഥലമെന്ന ധാരണയും കുട്ടിക്കും രക്ഷിതാവിനും ഉണ്ടായിരിക്കണം. തൻ്റെ കുട്ടിക്ക് ആവശ്യമായ ബെറ്റർ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റിയ ഒരിടവും ക്ലാസ് മുറികൾ തന്നെയാണ്, സമപ്രായക്കാർക്കൊപ്പമാണെന്നുള്ള ധാരണ രക്ഷിതാവിന് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ക്ലാസ് മുറികളിൽ നടക്കുന്ന ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നിവയിൽ കുട്ടികളുടെ വികാസത്തിനും കോപ്പറേറ്റീവ് ലേണിങ്ങിനും സഹായകമാകുന്നു. സാമൂഹീകരണം എന്ന ഒരാശയമാണ് ഒരു ജനറൽ ക്ലാസ് റൂമിൽ നിന്നും ഒരു രക്ഷിതാവ് കുട്ടികൾക്ക് നേടിയെടുക്കേണ്ടത്. ക്ലാസ് മുറികളിലെ മറ്റു കുട്ടികളിൽ നിന്നും ഒരു പിയറിനെ സെലക്ട് ചെയ്യുക എന്നത് ജനറൽ ടീച്ചറിനോടൊപ്പം തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിൻ്റെ കൂടെ ഉത്തരവാദിത്തമാണ്. പിയർ ട്യൂട്ടറിങ്ങിന് വേണ്ടി പിയറിനെയും പിയറിൻ്റെ രക്ഷിതാവിനെയും ഒരുക്കുക എന്നതും ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ്. കുട്ടിക്ക് ആവശ്യമായ IEPകൾ രക്ഷിതാവിൻ്റെയും ക്ലാസ് ടീച്ചറിൻ്റെയും സാന്നിധ്യത്തിൽ തയ്യാറാക്കി സമയബന്ധിതമായി അവ പൂർത്തിയാക്കി ഇവാലുവേഷൻ നടത്തേണ്ട ചുമതല സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിനുള്ളതാണ്. സ്കൂളിലെ എല്ലായിടത്തും ഒരു പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടിക്ക് എത്തിച്ചേരാനുള്ള സൗകര്യങ്ങൾ സ്കൂൾ അധികൃതർ ചെയ്യേണ്ടതാണ്. SMC, SDC, PTA, MPTA എന്നിവയിലും അക്കാദമിക മാസ്റ്റർ പ്ലാനിലും പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടിയുടെ കാര്യങ്ങൾ
ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്ന എല്ലാ കുട്ടികളെയും ഉൾക്കൊള്ളാൻ പാകത്തിലേക്ക് ക്ലാസ് മുറികൾ ഒരുങ്ങേണ്ടതുണ്ട്. പരിഗണിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ക്ലാസ്സിൽ 45 കുട്ടികളാണെങ്കിൽ അവിടെയുള്ള 45 കുട്ടികളെയും പരിഗണിക്കുക എന്നതാണ്. അതായത് അവസാനത്തെ ബെഞ്ചിലെ അവസാനത്തെ കുട്ടിയെ കൂടി പരിഗണിക്കുമ്പോൾ മാത്രമേ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന ആശയം പൂർണ്ണമായും ഫലവത്താവുകയുള്ളൂ. വൈകി സ്കൂൾ പ്രവേശനം നേടിയ കുട്ടിക്കും ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞ് സ്കൂളിൽ എത്തപ്പെടുന്ന കുട്ടിക്കും പഠനത്തിൽ വന്നിരിക്കുന്ന വിടവ് റെമഡിയൽ ടീച്ചിങ്ങിലൂടെ നികത്തി വേണം ക്ലാസ് മുറിയിൽ പ്രവേശനം സാധ്യമാക്കേണ്ടത്. സിവിയർ ബിഹേവിയർ പ്രോബ്ലംസ് ഉള്ള കുട്ടിക്ക് ആവശ്യമായ മെഡിക്കേഷനും ബിഹേവിയർ തെറാപ്പിയും നൽകിയതിനു ശേഷം മാത്രമേ പൊതുവിദ്യാലയങ്ങളിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് വിധേയമാക്കാൻ പാടുള്ളൂ. സ്കൂൾ പഠനത്തിൽ കുട്ടിക്ക് അധിക പിന്തുണ നൽകുന്ന ഒരു മുറി മാത്രമാണ് റിസോഴ്സ് റൂം എന്ന ധാരണ രക്ഷിതാവിനും സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിനും ജനറൽ ടീച്ചേഴ്സിനും ഉണ്ടാവേണ്ടതാണ്. അധിക പിന്തുണ എന്നത് സ്കൂൾ സമയങ്ങളിൽ അല്ല എന്നൊരു ധാരണയും ഉണ്ടായിരിക്കണം. ഇൻക്ലൂഷൻ അർത്ഥവത്താവണമെങ്കിൽ ആക്സസബിലിറ്റി, അസസബിലിറ്റി, അഡാപ്റ്റബിലിറ്റി എന്നീ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പഠന കാലയളവ് മുഴുവൻ ഇൻക്ലൂസീവ്, ഇക്വിറ്റബിൾ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകാൻ സ്കൂളും സ്കൂൾ അധികൃതരും തയ്യാറാകേണ്ടതാണ്.